ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കൂവപ്പൊടി വെച്ചിട്ട് എങ്ങനെ ഹൽവ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കൂടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കൂവപ്പൊടി ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. 1 ഏലക്ക ചതച്ചിട്ടിട്ടാണ് ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് 1 പിടി തേങ്ങ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കൂവപ്പൊടിയാണ്. ഇത് കഴിഞ്ഞ വർഷം ഇതുപോലെ കൂവക്കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ പൊടിയെടുത്ത് ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇതുവരെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുന്നേ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. കാരണം ഇതിലിങ്ങനെ കലങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഈ പൊടി ശർക്കര പാനിയും കൂടി നന്നായിട്ട് വെന്ത് വരുന്നവരെ പതിയെ നന്നായി ഇളക്കി ഇത് നന്നായിട്ട് വേവുന്നവരെ പതിയെ ഇളക്കി എടുക്കണം. ഇപ്പൊ പതുക്കെ ഒന്ന് ചൂടായിട്ട് ഇത് കുറുകി വരും. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച്. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഞാൻ നെയ്യോ എണ്ണയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഹൽവയ്ക്ക് വേണ്ടത്ര തിക്നെസ് കിട്ടാതെ ആവും. അപ്പൊ ഇപ്പൊ ഞാൻ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നന്നായി ഒന്ന് കുറുകി വരട്ടെ. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ, പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കൂവപ്പൊടി വെറുതെ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറുക്കി കഴിച്ചാൽ അത് ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നെ മധുരം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ ഹൽവ രൂപത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ മധുരം ചേർത്തത്. കൂവപ്പൊടി ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ ഗുണമുള്ള ഒരു സാധനമാണ്. വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ ചൂടുകുരു, ശരീരത്തിൽ ചൂട് കുറയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂവ വെറുതെ ഇങ്ങനെ കുറുക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൂവപ്പൊടി എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പൊ എല്ലാം നല്ല തിക്കായിട്ട് ഹൽവ പരുവത്തിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ പാനിൽ നിന്ന് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഹൽവ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ പൊടിയായത് കാരണമാണ് കേട്ടോ ഇത്രയും കളറ്. ഇനി നമ്മളൊരു വാഴയില വാട്ടിയിട്ട് അതിലൊരു ഇച്ചിരി നെയ്യ് കൊടുത്തിട്ട് തടവി എടുക്കുകയാണ്. നമ്മൾ വിരകി വെച്ചിരിക്കുന്ന കൂവ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ചൂട് വേണം. ഇതുപോലെ നന്നായിട്ട് നെയ്യൊക്കെ തടവി ഇല വാട്ടിയെടുത്തതിന് ശേഷം നെയ്യ് തടവി എടുക്കുകയാണ്. ഇനി ഈ ഇലയിലേക്ക് നമ്മൾ ചെറു ചൂടുള്ള കൂവ ഹൽവ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറു ചൂടില് വാഴയിലയിൽ ഇരിക്കുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ കൂവ. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കി കഴിയുമ്പോൾ നല്ല ആ വാഴയിലയുടെയും അതുപോലെ ആ പെരട്ടി വെച്ചിരിക്കുന്ന നെയ്യിന്റെ ഒക്കെ നല്ലൊരു മണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതിന് ഇതുപോലെ കെട്ടി ഒരു അരമണിക്കൂർ നേരം വെക്കണം. എന്നിട്ട് ഇതേ തുറന്നു നോക്കുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ നെയ്യിന്റെയും വാഴയിലയുടെയും ഒക്കെ മണം വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റും ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.